ഹലോ എവ്രിവൺ. ഇന്ന് നിങ്ങളിൽ പലരും ചോദിച്ച ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബാലൻസ്, ഗേറ്റ് ആൻഡ് കോർഡിനേഷൻ. നിങ്ങൾ ഇഞ്ചുറി റിക്കവറി നോക്കുന്നവരോ ഏജ് റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ളവരോ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ നോക്കുന്നവരോ ആണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഈ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത് സീനിയർ കൺസൾട്ടന്റ് ഫിസിയോതെറാപ്പിസ്റ്റ് അൻസു മാം ആണ്. വെൽക്കം അൻസു മാം. താങ്ക് യു ടോണിയ. ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ഏജ് റിലേറ്റഡ് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി റിലേറ്റഡ് ഇഷ്യൂസ് കൂടുതലും ആൾക്കാർ അനുഭവിക്കുന്നുണ്ട്. സോ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. ബാലൻസ്, കോർഡിനേഷൻ, അതുപോലെ നമുക്ക് ഗേറ്റ് ഇഷ്യൂസ് ഒക്കെ ഏത് തരം പേഷ്യൻസിലാണ് കണ്ടുവരുന്നതെന്ന് പറയാം. ഇന്ന് ഈ ഒരു ജനറേഷനിൽ കുറച്ച് ഏജ് കഴിഞ്ഞിട്ടുള്ള ജീറിയാട്രിക് കണ്ടീഷൻസിൽ ഇത് കണ്ടുവരുന്നുണ്ട്. അതേപോലെ സ്ട്രോക്ക് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരിൽ, അതേപോലെ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി കേസസ്, അതേപോലെ ന്യൂറോ ഡീജനറേറ്റീവ് ആയിട്ടുള്ള കണ്ടീഷൻസ്, അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, അങ്ങനെയുള്ള കേസസ് ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട്. സാധാരണ എക്സസൈസസ് അതുപോലെ ഹോം റീഹാബിലിറ്റേഷൻ ഇതിൽ നിന്നൊക്കെ മാനയെ ഡിഫറെന്റ് ആക്കുന്നത് എന്താണ്? അപ്പം നമ്മളിവിടെ നമ്മുടെ സെൻറ്ററിൽ കൊടുക്കുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ ആണ്. അപ്പം ഒരു പേഷ്യൻ്റ് നമുക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം എക്സാമിനേഷൻ ചെയ്ത് നോക്കും. നോർമൽ ആയിട്ടുള്ള ഫിസിക്കൽ എക്സാമിനേഷന് ശേഷം നമ്മൾ ഈ ഒരു ഗെയിം വഴി നമ്മൾ ഗെയിമിൽ ആദ്യം ഇൻപുട്ട് കൊടുക്കുന്നത് അസസ്മെൻ്റ് ആണ്. അപ്പം അസസ്മെൻറ്റ് നമ്മൾ ആദ്യം കൊടുത്തതിന് ശേഷം നമ്മൾ ഗെയിംസിലേക്ക് പോകും. അപ്പം സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഗെയിംസ് ആണ്, വെർച്വൽ റിയാലിറ്റി ഗെയിംസ്. അപ്പം എത്രത്തോളം അഫക്റ്റഡ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം ഇൻപുട്ട് ഇട്ട് കൊടുത്ത് നമ്മൾ വെർച്വൽ റിയാലിറ്റി ഗെയിംസ് വഴി നമ്മൾ അവരുടെ ബാലൻസ് ആവാം, അല്ലെങ്കിൽ കോർഡിനേഷൻ ആവാം, ഗേറ്റ് ആവാം, അവരെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ അപ്പം തന്നെ നമുക്ക് റിപ്പോർട്ട്സ് കിട്ടും, എത്രത്തോളം അവർ അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള റിയൽ ടൈം ആയിട്ടുള്ള റിപ്പോർട്ട്സ് ആണ് അന്നേരം തന്നെ കിട്ടുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗെയിമിൽ ഇപ്പം ഇത്ര പോയിന്റ് കിട്ടി, എത്ര പെർസെൻറ്റേജ് അഫക്റ്റഡ് ആയിരുന്നു, എത്ര പെർസെൻറ്റേജ് അവർക്ക് ഓക്കെ ആയിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അതിൽ അറിയാൻ പറ്റും. അപ്പം നെക്സ്റ്റ് ഗെയിം കളിക്കുമ്പോൾ, അതല്ലെങ്കിൽ നെക്സ്റ്റ് സെഷന് പേഷ്യൻ്റ് വരുമ്പോൾ ഇതിലും സ്കോർ കൂടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് റിയൽ ടൈം ആയിട്ടുള്ള റിപ്പോർട്ട്സ് ആയിട്ട് നമുക്ക് കിട്ടും. മാം, ഈ ബാലൻസ് കുറവുള്ള പേഷ്യൻസ്, അതുപോലെ തന്നെ ഗേറ്റ് ആൻഡ് കോർഡിനേഷൻ ഇഷ്യൂസ് ഉള്ള പേഷ്യൻസ്, അവർക്കൊക്കെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു നൂതനമായ ചികിത്സ നമുക്ക് ഇവിടെ ലഭ്യമാക്കുന്നത് എന്നൊന്ന് പറയാം. ഷുവർ. നമുക്ക് ആദ്യം ബാലൻസ് ബോർഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ബാലൻസിന്റെയും ഗേറ്റിന്റെയും ഇഷ്യൂ ഉള്ള ആൾക്കാരിൽ ആദ്യം നമുക്ക് എത്രത്തോളം ബാലൻസ് അഫക്റ്റഡ് ആണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണം. അപ്പോൾ ഒരു പേഷ്യന്റ് കൺസൾട്ടേഷന് വരുമ്പോൾ നമ്മൾ ജനറൽ ആയിട്ടുള്ള എക്സാമിനേഷന് ശേഷം നമ്മൾ ഈ വെർച്വൽ റിയാലിറ്റി ഈ ഒരു ഗെയിം ത്രൂ നമ്മൾ അസസ്മെന്റ് ചെയ്യും. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ടും ഈ ഒരു ഇഷ്യൂവിന് വേണ്ടത് ബാലൻസ് ബോർഡും അതേപോലെ വെർച്വൽ റിയാലിറ്റി ഗെയിമുമാണ്. അപ്പം ഈ ബാലൻസ് ബോർഡിൽ നമ്മൾ എത്രത്തോളം പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം, ഏത് സൈഡാണ് കൂടുതൽ അഫക്റ്റഡ്, അല്ലെങ്കിൽ രണ്ട് സൈഡും അഫക്റ്റഡ് ആണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ബാലൻസ് ബോർഡ് വഴി നമ്മൾ പരിശോധിച്ച് നോക്കും. അതേപോലെ പേഷ്യന്റ് വീഴാതിരിക്കാൻ നമുക്ക് ഫ്രെയിമും ഉണ്ട്. സോ പേഷ്യന്റ് വീഴാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെയാണ് വെർച്വൽ റിയാലിറ്റി ഗെയിം വഴി അസസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം നമ്മൾ പേര് ആഡ് ചെയ്തു, ജെൻഡർ ആഡ് ചെയ്തു, ഏജ് ആഡ് ചെയ്തു. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡയഗ്നോസിസ്. അപ്പം ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി, സ്ട്രോക്ക്, എന്താണ് ഇഷ്യൂ എന്നുള്ളത് നമ്മൾ കൊടുക്കുക. ആൻഡ് ഏത് സൈഡാണ് അഫക്റ്റ് ആയിരിക്കുന്നത്, എപ്പോഴാണ് ആദ്യം ഈ ഒരു ബുദ്ധിമുട്ട് തുടങ്ങിയത്, ഈ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുക. അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലെഫ്റ്റ് സൈഡാണ് കൂടുതൽ അഫക്റ്റ് ആയേക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലെ കാലിനാണ് കൂടുതൽ വെയിറ്റ് ബാലൻസിന്റെ ഇഷ്യൂ അല്ലെങ്കിൽ വെയിറ്റ് വരാതെ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഗെയിംസ് ആയിരിക്കും പ്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗെയിംസ് ആയിരിക്കും നമുക്ക് ഇങ്ങോട്ടേക്ക് തരുന്നത്. അപ്പം നമ്മൾ കാലിൻ്റെ പ്രഷർ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി, അപ്പം 3 പ്രാവശ്യം നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം 31 തരം ട്രെയിനിങ് ഗെയിംസ് ആണ് നമുക്ക് ഇങ്ങോട്ടേക്ക് തന്നിരിക്കുന്നത്. അപ്പം ഓരോ ഗെയിമിനും ഓരോ ലെവലുണ്ട്. അപ്പം ആദ്യം സിമ്പിൾ ആയിട്ടുള്ള ഗെയിം, അതായത് നമ്മുടെ കാലിന് നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡാണ് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ ലെഫ്റ്റ് സൈഡ് കൂടുതൽ പ്രഷർ വരുന്ന രീതിയിലുള്ള ഗെയിംസ് ആയിരിക്കും, അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ഗെയിംസ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പം അത് അച്ചീവ് ചെയ്യുന്നതനുസരിച്ച് പോയിന്റ്സ് കിട്ടും. അപ്പോൾ പോയിന്റ്സ് കിട്ടുമ്പോൾ കൂടുതൽ പേഷ്യൻസ് ഹാപ്പി ആവും, അല്ലെങ്കിൽ എൻകറേജ് ആവും. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതിലും കൂടുതൽ പോയിന്റ്സ് കിട്ടണം, ആ ഒരു എൻകറേജ്മെന്റ് പേഷ്യൻസിന് വരും. അപ്പം അങ്ങനെ നോർമലി അവർക്ക് ആ ഒരു ഫങ്ഷണൽ എബിലിറ്റി അവർക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാറ്റിക് ആയിരിക്കും നമ്മൾ ചെയ്യിപ്പിക്കുന്നത്, ദെൻ ഡൈനാമിക് എന്ന് പറയുമ്പോൾ കാലെടുത്ത് വെക്കുന്ന രീതിയിലുള്ള ട്രെയിനിങ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇനിയുള്ളത് ഡൈനാമിക് നമ്മൾ എങ്ങനെ ചെയ്യും, അതായത് നമ്മൾ മൂവ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക്
എത്രത്തോളം ബാലൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു ഗെയിമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഗെയിമിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ മൂവ് ചെയ്യുക എല്ലാ സൈഡിലേക്ക്, ഫ്രണ്ടിലേക്ക്. അപ്പം ഈ ഗെയിം നമ്മളെ എന്താ പറയുന്നത്, ഒരു എനിമി വന്ന് തട്ടരുത് എന്നുള്ളതാണ്. അപ്പൊ വരുമ്പോൾ നമ്മൾ ബാക്കിലേക്ക്, മുന്നിലേക്ക്, ലെഫ്റ്റിലേക്ക്, റൈറ്റിലേക്ക് നമ്മൾ ട്രങ്കും കാലും വെട്ടിച്ച് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുക. അപ്പൊ അതനുസരിച്ച് നമുക്ക് പോയിന്റ്സ് കിട്ടും. അതാണ് ഈ ഒരു ഗെയിമിന്റെ പ്രത്യേകത. അപ്പം അത് നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ബാലൻസ് ഇംപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഗെയിമിലൂടെ ഇത് ഇത്രയല്ല കേട്ടോ, ഇനിയും ഉണ്ട് ഗെയിംസ്. അപ്പോൾ ഈ രണ്ട് ഗെയിമിലൂടെ എക്സാമ്പിൾസിലൂടെ ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടി അല്ലെ. ഇനി നമുക്ക് കോർഡിനേഷൻ എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. അതിന് നമുക്ക് ഡിജിറ്റൽ ആയിട്ടുള്ള പെഗ് ബോർഡാണ് വേണ്ടത്. അപ്പൊ നമുക്ക് അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ ആയിട്ടുള്ള പെഗ് ബോർഡ്. അപ്പം സാധാരണ പെഗ് ബോർഡിനേക്കാളും കുറച്ച് ഡിഫറെന്റ് ആവുന്നത് എന്താന്ന് വെച്ചാൽ ഇത് തന്നെ നമുക്ക് ഇങ്ങോട്ട് ഗെയിംസ് പറയും. അതായത് നമുക്കിപ്പം കോർഡിനേഷൻ ആണ് അഫക്റ്റഡ്. കോർഡിനേഷൻ എന്ന് പറയുമ്പം ഒരു സാധനം ഇവിടെ എടുത്ത് വെക്കണം എന്നുള്ളത് കുറച്ച് ഡിലേ ആവുന്നതാണ് ഈ കോർഡിനേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ തന്നെ ഇപ്പൊ കോർഡിനേഷൻ അഫക്റ്റഡ് ആയിട്ടുള്ള ഗെയിംസ്, അതായത് ഇത് തന്നെ നമുക്ക് ഓരോ ഏരിയ നമുക്ക് പറഞ്ഞു തരും. അപ്പൊ ആ ഏരിയയിലേക്ക് നമ്മൾ ഇത് ഇറക്കി വെക്കുക, അത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് പോയിന്റ്സ് തരും. അപ്പം അത് കുറച്ചും കൂടെ പേഷ്യൻസിന് പിന്നെയും എൻകറേജ്മെന്റ് ആണ് വരുന്നത്. അപ്പം നമുക്ക് കോർഡിനേഷൻ റിലേറ്റഡ് കുറച്ച് ഗെയിംസ് എന്താന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മളിപ്പം നമ്മുടെ റോ സെലക്ഷൻ കംപ്ലീഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. അതിൽ വെർട്ടിക്കൽ ഉണ്ട്, ഹൊറിസോണ്ടൽ ഉണ്ട്, റൈറ്റ് സൈഡിലേക്ക് വെക്കേണ്ടത്, ലെഫ്റ്റ് സൈഡിലേക്ക് വെക്കേണ്ടത്, അങ്ങനെ ഏതാണ് പേഷ്യന്റിന് അഫക്റ്റഡ് ആയിരിക്കുന്നത് ആ രീതിയിൽ നമ്മളിത് സെറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പം ഞാൻ ചുമ്മാ ഹൊറിസോണ്ടൽ ആണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതിൽ ലൈറ്റ് കത്തിക്കും. ആ ഹൊറിസോണ്ടൽ ആയിട്ട് ലൈറ്റ് കത്തിക്കുന്നിടത്ത് നമ്മൾ ഈ പെഗ് വെക്കുക കറക്റ്റ് ആയിട്ട് എന്നുള്ളതാണ് ഇതിന്റെ ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പൊ ഇവിടെയാണ് ഗെയിം മീൻസ് ഇവിടെയാണ് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ, പക്ഷെ ഇവിടെയാണ് പേഷ്യന്റ് കൊണ്ടുപോയി കീപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് കോർഡിനേഷൻ അഫക്റ്റഡ് ആവുന്ന പേഷ്യൻസിലാണ് അങ്ങനെ കാണുന്നത്. അപ്പം അത് കറക്റ്റായിട്ട് ഈ ലൈറ്റ് കത്തിക്കുന്നിടത്ത് വെക്കുക എന്നുള്ളത് കോർഡിനേഷൻ അച്ചീവ്മെന്റ് ആണ്. അപ്പം ആ ഒരു കോർഡിനേഷൻ എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് വെച്ച് തുടങ്ങുമ്പോൾ പേഷ്യന്റ് ഇംപ്രൂവ്മെന്റ് പതുക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് അർത്ഥം. അപ്പം ചുമ്മാ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ ഈ സാധനം ഇവിടുന്ന് എടുത്ത് ഇപ്പുറത്തേക്ക് വെക്കണം, അങ്ങനെ വെക്കാൻ ഉള്ള ഒരു അച്ചീവ്മെന്റ് പേഷ്യന്റ് അതിൽ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എത്ര പെർസെൻറ്റേജ് ആയിരുന്നു സക്സസ് റേറ്റ് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മൾ തെറ്റിച്ചിരുന്നെങ്കിൽ ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടും കാണിച്ചതിനെ സക്സസ് റേറ്റ് മാറിയേനായിരുന്നു. ഇപ്പൊ നമുക്ക് ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട് 100%. ഇപ്പൊ കോർഡിനേഷൻ ഇഷ്യൂ ഉള്ള ഒരാൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് ഇത് പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല, അത് വേറെ ഇൻകറക്റ്റ് ആയിട്ടായിരിക്കും കീപ്പ് ചെയ്യുന്നത്. നമ്മളിപ്പം ഒരു ടൈപ്പ് ഓഫ് പെഗ് ബോർഡ് കണ്ടു. അതേപോലെ ഇപ്പം ഈ ഫൈൻ മോട്ടർ ഇല്ലാത്ത പേഷ്യൻസിന് ചെറിയ കാര്യങ്ങളൊക്കെ പിടിച്ചെഴുതാൻ അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ ചില ആൾക്കാർക്ക് പല ഷേപ്പിലുള്ള സാധനങ്ങൾ പിടിക്കാനുള്ള ഒരു എബിലിറ്റി കുറവായിരിക്കും. അപ്പൊ അതനുസരിച്ച് നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. അതിലൊന്നാണ് ഈ ഒരു ചെറിയ പിൻ വെച്ചിട്ടുള്ള ട്രെയിനിങ് എന്ന് പറയുന്നത്. ചെറുതാണ്, ഓക്കെ, ഇത് പിടിച്ച് അവർ കറക്റ്റ് ആയിട്ടുള്ള ഹോളില് വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം സെയിം ഗെയിം തന്നെ നമുക്ക് ഗെയിംസ് സെയിം തന്നെ കൊടുത്തിട്ട് ആ ഒരു പെഗ് മാത്രം നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കുകയാണ്. അതേപോലെ നമുക്ക് പല ഷേപ്പിലുള്ളതും നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ ഈ 1.9 1 മിനിറ്റ് 9 സെക്കൻഡിൽ നമ്മൾ 2 എണ്ണം മിസ് ചെയ്തു, 18 എണ്ണം കറക്റ്റായിട്ട് ചെയ്തു. സക്സസ് റേറ്റ് എന്ന് പറയുന്നത് 90%. അപ്പം ആവറേജ് ടൈം എടുത്തത് 1.7 സെക്കൻഡാണ്. നമുക്ക് ഇതൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് സെക്കൻഡ്സ് നമുക്ക് കൂടുതൽ കൊടുക്കേണ്ട കേസ് നമ്മളിപ്പോൾ ഇച്ചിരി സ്പീഡിലാണ് ചെയ്തത് അല്ലേ. അപ്പോൾ എത്ര ഫാസ്റ്റായിട്ട് ഇത് ഇങ്ങനെ എടുത്ത് വെക്കാൻ പറ്റുന്നുണ്ട്, ഇങ്ങനെ എടുത്ത് നമുക്ക് വെക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് അതനുസരിച്ച് ഇപ്പം 1.7 സെക്കൻഡ് അച്ചീവ് ചെയ്യാത്ത പേഷ്യൻസിന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ടൈം അതനുസരിച്ച് കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ ഓരോ ഗെയിംസ് ആണ് നമുക്ക് ഈ ഒരു ഫൈൻ മോട്ടോറിനൊക്കെ ഹാൻഡ് ഫങ്ഷന് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇതുപോലുള്ള ഗെയിംസ് വഴിയാണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പം ഇതിൽ പേഷ്യന്റിന് ഇമ്പ്രൂവ്മെന്റ് വരുന്ന അനുസരിച്ച്, ഗെയിംസിൽ ഈ ഒരു വ്യത്യാസം വരുന്ന അനുസരിച്ച് അവർക്ക് വീട്ടിലുള്ള ദൈനംദിന കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഫങ്ഷണൽ ആക്ടിവിറ്റീസ് അവർക്ക് ഇംപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ചികിത്സാ രീതി കുറച്ചുകൂടെ നമ്മൾ കാണുന്ന ട്രീറ്റ്മെന്റ്സിൽ വെച്ചിട്ട് കുറച്ചുകൂടെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ചികിത്സാ രീതിയായിരുന്നു. പേഷ്യൻസിന് കുറച്ചുകൂടെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചികിത്സാ രീതിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ താങ്ക് യു അൻസു ഫോർ ഷെയറിങ് ടിപ്സ്. ഇനി എന്തെങ്കിലും പേഷ്യൻസിനോട് അഡ്വൈസ് കൊടുക്കാൻ? നമ്മൾ നേരത്തെ കണ്ട പോലെ
ബാലൻസ് അല്ലെങ്കിൽ ഗേറ്റ് കോർഡിനേഷൻ ഒക്കെ അഫക്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത് ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നിട്ടുള്ള പേഷ്യൻസ്, അൾഷിമേഴ്സ് വന്നിട്ടുള്ള പേഷ്യൻസ്, അതേപോലെ പാർക്കിൻസോണിസം ഇഷ്യൂ ഉള്ള കേസസ്, അല്ലെങ്കിൽ ഒരു ഏജ് കഴിഞ്ഞ് കഴിയുമ്പോൾ ജീരിയാട്രിക് കണ്ടീഷൻസിലൊക്കെ ഈ ഒരു ബാലൻസ് കോർഡിനേഷൻ അല്ലെങ്കിൽ ഒക്കെ അഫക്റ്റ് ആയി വരും. അപ്പം ഇതുപോലുള്ള പേഷ്യൻസ് ഓൾറെഡി വീട്ടിൽ ചിലപ്പം ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ ചെയ്യുന്ന പേഷ്യൻസ് ആയിരിക്കും. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു റീഹാബിലിറ്റേഷൻ്റെ വീട്ടിൽ ചെയ്യുന്ന ഹോം ബേസ്ഡ് ആയിട്ടുള്ള എക്സസൈസിൻ്റെ കൂട്ടത്തിൽ ആഴ്ചയിൽ 1-2 സെഷൻസ് ആയിട്ട് നമുക്ക് ഈ അഡ്വാൻസ്ഡ് റീഹാബിലിറ്റേഷൻ ചെയ്യുവാണെങ്കിൽ അവരുടെ റിക്കവറി കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഈ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ നമ്മൾ നേരത്തെ കണ്ട പോലെ വീഡിയോ ഗെയിംസ് വഴി അവർക്ക് ഒട്ടും ബോറടിക്കാതെ അവർക്ക് എൻകറേജ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു ഗെയിം വഴി നമുക്ക് അവരുടെ ഫങ്ഷണൽ ആക്ടിവിറ്റീസ് കുറച്ചുകൂടെ ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഹൈപ്പോബാരിക് ഓക്സിജൻ തെറാപ്പി ട്രീറ്റ്മെൻറ്റും ആപ്ലിക്കബിൾ ആണ്. ഹൈപ്പോബാരിക് ഓക്സിജൻ തെറാപ്പി എന്ന് പറയുന്നത് 1.5 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ് നമ്മൾ കൊടുക്കുന്നത്. ആ ഒരു ചേമ്പറിൻ്റെ അകത്ത് നമ്മൾ 100% ഓക്സിജൻ ഇൻഹെയിൽ ചെയ്യുവാണ്, ശ്വസിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഓൾ ഓവർ ദ ബോഡി നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ നമുക്ക് ബ്രെയിനിലേക്ക്, പ്രത്യേകിച്ച് ഡാമേജ് ആയി പോയ സെല്ലുകളല്ലാതെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന സെല്ലുകളെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനും ആ ഒരു ഹൈപ്പോബാരിക് ഓക്സിജൻ തെറാപ്പി ഹെൽപ്പ് ചെയ്യും. അപ്പം ഹൈപ്പോബാരിക് ഓക്സിജൻ തെറാപ്പിയും അവർ ഹോം ബേസ്ഡ് ആയിട്ടുള്ള എക്സസൈസസ്, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു എക്സസൈസും റീഹാബിലിറ്റേഷനും എല്ലാം കൂടെ വരുമ്പം അവർക്ക് റിക്കവറി ടൈം കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കി നമുക്ക് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ബാലൻസ്, കോർഡിനേഷൻ, അതുപോലെ ഗേറ്റ് ഇഷ്യൂസ് ഒക്കെ ഉള്ള പേഷ്യൻസിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.